അത് രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ടാകാം. കാരണം നേരത്തെ ഉൾപ്പെടുത്തിയ വില്ലേജുകളിൽ നിന്ന് ഏകദേശം 30ഓളം വില്ലേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ പ്രകാരം 40ഓളം വില്ലേജുകൾ ഒഴിവാക്കിയപ്പോൾ സമാന മാനദണ്ഡങ്ങളുള്ള മലബാറിലെ വില്ലേജുകൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് പരാതി. ഏതെങ്കിലുമൊക്കെ വില്ലേജുകൾ ഒഴിവാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. മറിച്ച് ഈ സമാന മാനദണ്ഡങ്ങൾ വെച്ച് മലബാറിലെ വില്ലേജുകളെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. അത് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ മാപ്പ് ആളുകൾക്ക് ലഭ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും അതിനാൽ പ്രസ്തുത മാപ്പ് ലഭ്യമാക്കിയ ശേഷം 50 ദിവസത്തിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും അപ്രകാരം സാവകാശം നേടിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവർ കൃത്യമായ ഭൂപടങ്ങൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിർണ്ണയിക്കുകയും ചെയ്തതാണ് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെ. ഇപ്പോൾ ആ ഭൂപടം പരിശോധനയ്ക്ക് ലഭ്യമാക്കുന്നതിന് പകരം ഉമ്മൻ കമ്മീഷൻ്റെ കാലത്ത് നിർണ്ണയിക്കപ്പെട്ട ഒരു ഭൂപടമാണ്, അതും സർവേ നമ്പർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് ഈ കർഷകർ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും സർക്കാരിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ കർഷക പക്ഷത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇല്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ മലയാള കർഷകർ കടന്നു പോകാൻ നിർബന്ധിതരാവുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കർഷക സംഘടനകൾ അതുപോലെ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നത് വരെയും പോരാടാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും. സർവേ നമ്പറുകൾ മാത്രം കാണും. ഒരേ സർവേ നമ്പറിൽ തന്നെ എത്രയോ പേർക്ക് ഭൂമിയുണ്ട്. ആ ഭൂമി തിട്ടപ്പെടുത്താൻ സാധാരണക്കാരന് സാധിക്കുകയില്ല. സാധാരണ മനുഷ്യൻ്റെ കൃഷിഭൂമി അവൻ്റെ ഉപജീവനമാർഗം മാത്രമല്ല, അവൻ്റെ ജീവിതം മുഴുവനുമുള്ള ഏക സമ്പാദ്യമാണ്. അത് വെച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള തമാശകൾ കളിക്കുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചെയ്ത ഒരു കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ അപലപനീയമാണ്. നിസ്സംഗതയുണ്ടാകാൻ കാരണം അത് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ മുൻകൈയെടുത്ത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെയുള്ള മാപ്പ് തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തു. അപ്രകാരമുള്ള മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ മാപ്പ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. ആരോ ഇത് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇന്നലെയും ഞങ്ങൾ സഭയുടെ ഭാഗത്ത് നിന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ സത്വരമായി ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.